താണയിക്കൊന്നുമല്ലോ കുറച്ചാടെ ഒന്ന് ഇങ്ങനെ വെള്ളം കൂടിയ മനുഷ്യന്മാരെ ഞാൻ ആദ്യം പറഞ്ഞു. ഒരുപാട് നല്ലവരായ നാട്ടുകാർ, പ്രിയപ്പെട്ട നേതാക്കൾ, എൻ്റെ കർത്തവ്യം വന്നവർക്കെല്ലാവർക്കും സ്വാഗതം അരുളുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പരിപാടിയുടെ നൗഷാദ് സർ മുഴുവൻ ആളുകളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട നാട്ടുകാർ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷസ്ഥാനം അലങ്കരിക്കാൻ വേണ്ടി യൂസുഫ് അദിയൂർ സാഹിബിനെ ആദരവോടെ ക്ഷണിച്ചോളൂ. പുല്ലൂക്കര പ്രദേശത്ത് വന്നതോടുകൂടി ഞങ്ങളുടെ നാട്ടുകാർ പറയാറ് ഉത്സവമാശമായി സഹവസിച്ച് അവസാനം കൊച്ചങ്ങാടി തണൽ ഒരുക്കിയ ഈ അവാർഡ് ദാന ചടങ്ങിൽ ഇന്നത്തെ അതിഥികളായ മുസ്തഫ മാസ്റ്റർ ചെറുപ്പകാലം തൊട്ടുള്ള ഇത്തരത്തിലുള്ളൊരു സംഘടന ഇന്ന് നടക്കുന്ന ഈ ഒരു ചടങ്ങിൽ എന്നെ അവസരം കിട്ടിയിട്ടില്ല, അതിന് മെനക്ക് കിട്ടിയില്ല. ഇത് കിട്ടിയെന്ന് അറിയാൻ നമുക്ക് അല്ലേ? രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നതുകൊണ്ട് അത് രാഷ്ട്രീയ എതിരാളി ഇങ്ങനെ ജനകീയമായിട്ടുള്ള പ്രവർത്തനമാണ്. ഈ തണലായി മാറുവാൻ ഇവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതലായി ഞാൻ സംസാരിക്കുന്നില്ല. ജയ് ഹിന്ദ്. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. ഈ ചടങ്ങിലെ അധ്യക്ഷൻ യൂസഫ്, വേദിയിലിരിക്കുന്ന പോകുന്ന ഒരുപാട് വഴികളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളിലൊക്കെ പോകുമ്പോഴാണ് അതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാനും കരീംക്കൊക്കെ നേരെ അങ്ങോട്ട് പോവുകയാണ്. അവിടെ ഒരു വലിയ ഒരു പരിപാടി, അവിടെ പ്രയാസം അനുഭവിക്കുന്ന ആൾ. ഇത് തണലിൻ്റെ പ്രവർത്തകന്മാരാണ് ഇവരൊക്കെ. നമുക്ക് വേണ്ടി എപ്പോഴും പല കാര്യങ്ങളും ചെയ്തു വരുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർ ഞങ്ങൾ അപേക്ഷിക്കുന്നതാണ്. ഇത് സാധ്യമാകും എന്നുള്ള വിശ്വാസം ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ കൈകൊണ്ട് തന്നെ നിങ്ങൾക്ക് നൽകുന്നത്. അത് ഹൃദയപൂർവ്വം സ്വീകരിച്ച സാറിന് കൃത്യമായ നന്ദി അറിയിക്കുകയാണ്.